ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ചുള്ള പരാമർശത്തിൽ വിശദീകരണവുമായി PJ കുര്യൻ. മുഖ്യമന്ത്രിയാകാൻ ചെന്നിത്തലയ്ക്ക് അയോഗ്യതയില്ലെന്നാണ് ഉദ്ദേശിച്ചതെന്ന് കുര്യൻ ന്യൂസ് 18നോട്. രമേശ് ചെന്നിത്തല ഉണ്ടല്ലോ, ചിലപ്പോൾ മുഖ്യമന്ത്രി ആകാവുന്ന ആളാണ്. മുഖ്യമന്ത്രി ആകുമെന്ന് ഞാൻ പറഞ്ഞില്ല. മുഖ്യമന്ത്രി ചിലപ്പോൾ, അത് നിങ്ങൾ നോട്ട് നോക്കൂ, ചിലപ്പോൾ മുഖ്യമന്ത്രി ആകാവുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ആകുമെന്നാണോ? അല്ല. സതീശന് യോഗ്യതയില്ലെന്ന് അർത്ഥമാക്കേണ്ടതില്ലെന്നും PJ കുര്യൻ. മുഖ്യമന്ത്രി സ്ഥാനം ഇപ്പോൾ ചർച്ചയാക്കേണ്ട സാഹചര്യമില്ലെന്ന് ചെന്നിത്തല. തെരഞ്ഞെടുപ്പ് കളം നിറഞ്ഞ ഡീൽ വിവാദം. മോദിയും പിണറായിയും തമ്മിൽ രാഷ്ട്രീയ ധാരണയെന്ന് ചെന്നിത്തല. കോൺഗ്രസിനും BJPക്കും ഒരേ അജണ്ടയെന്ന് മുഖ്യമന്ത്രി. കോലീബി ഓർമ്മിപ്പിച്ച് ബിനോയ് വിശ്വം. മത്സരയത്രം നാളെ തെളിയും. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കും. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം തള്ളിയത് 354 പത്രികകൾ. അപരഭീഷണി ഒഴിവാക്കാൻ തിരക്കിട്ട നീക്കത്തിൽ മുന്നണികൾ. ഇടതു വലത് മുന്നണികളുടെ ജമാഅത്തെ ബന്ധം ചർച്ചയാക്കാൻ BJP. ശ്രദ്ധ തിരിക്കാനാണ് UDF ഡീൽ ആരോപണം ഉന്നയിക്കുന്നതെന്ന് കുമ്മനം. LDFനെതിരെയും ആരോപണം. കാരണം കിട്ടുന്നെങ്കിൽ പോരട്ടെന്നാണ്. വേറെ കുറേ നിയോജകമണ്ഡലമെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ സപ്പോർട്ട് കിട്ടുമെങ്കിൽ കിട്ടട്ടെ എന്നുള്ളതാണ്. കാരണം ഇവർക്കൊന്നും തത്വാധിഷ്ഠിതമായിട്ടല്ലല്ലോ വിമർശനം, പിന്തുണയുമല്ല. എതിർക്കുന്നതും അനുകൂലിക്കുന്നതൊന്നും തത്വാധിഷ്ഠിതമായിട്ടല്ല, നൈമിഷികമായ താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ്. UDFിനുള്ള വെൽഫെയർ പാർട്ടി പിന്തുണ LDF മറക്കുന്നുവെന്നും വിമർശനം. സതീശനെതിരെ പോർമുഖം തുടർന്നു പിണറായി. എന്തു വൃത്തികേടും വിളിച്ചു പറയുന്ന ഗൂഢസംഘത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് സതീശനെന്ന് വിമർശനം. ഗണേഷ് കുമാറിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് കാട്ടിയ ആളാണ് മുഖ്യമന്ത്രിയെന്ന് സതീശൻ. TK ഗോവിന്ദൻ വർഗവഞ്ചകനെന്നും മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് രംഗം കൊഴുപ്പിക്കാൻ ദേശീയ നേതാക്കൾ. പ്രധാനമന്ത്രി ഞായറാഴ്ചയെത്തും. സോണിയാഗാന്ധിയുടെ അനാരോഗ്യത്തെ തുടർന്ന് കോഴിക്കോട് സന്ദർശനം രാഹുൽ ഗാന്ധി റദ്ദാക്കി. പകരം മല്ലികാർജുന ഖാർഗെ കോഴിക്കോട്ടേക്ക്. MK മുനീറിന്റെ വീടിന്റെ ജപ്തി ഭീഷണി ഒഴിയുന്നു. ഇടപെട്ട മുസ്ലിം ലീഗ് നേതൃത്വം. സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും വിളിച്ചുവെന്ന് മുനീറിനെ കണ്ട് രമേശ് ചെന്നിത്തല. യുദ്ധം നിർത്താൻ ഇറാന് മുന്നിൽ 15 നിർദ്ദേശങ്ങൾ വെച്ച ട്രംപ്. കൂടുതൽ ഊർജ്ജ കേന്ദ്രങ്ങൾ ആക്രമിച്ച് US ഇസ്രായേൽ സംയുക്ത സൈന്യം. 12 പേർ കൊല്ലപ്പെട്ടു. US രക്ഷപ്പെടാനുള്ള സമയം കഴിഞ്ഞുവെന്ന മുന്നറിയിപ്പുമായി ഇറാൻ. സമാധാന നീക്കത്തിന് വേദിയൊരുക്കാൻ പാകിസ്ഥാൻ. ഇറാനെതിരെ സൈനിക നീക്കം തുടരണമെന്ന് അമേരിക്കയോട് ആവശ്യപ്പെട്ട് സൗദി. സംഘർഷം മേഖലയെ പുനർനിർമ്മിക്കാനുള്ള നിർണായക നിമിഷമെന്ന് ട്രംപിനോട് മുഹമ്മദ് ബിൻ സൽമാൻ. ഇറാൻ ഭരണകൂടത്തെ ദുർബലപ്പെടുത്താൻ കരമാർഗമുള്ള സൈനിക നീക്കങ്ങളുടെ സാധ്യത ആരായണമെന്നും സൗദി. സംസ്ഥാനത്ത് കൊടും ചൂട്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട്. നിലവിലുള്ളതിനേക്കാൾ 3 ഡിഗ്രി ഉയരുമെന്ന മുന്നറിയിപ്പ്. പാലക്കാട്, കൊല്ലം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുയരും. 7 ജില്ലകളിൽ 37 ഡിഗ്രി വരെ താപനില ഉയരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം.